ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ യോഗ സെഷനിലേക്ക് കടക്കാം. നമ്മളാദ്യം യോഗ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് വേണം? പ്രാർത്ഥന. നമ്മുടെ കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യുന്ന യോഗ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി, റിലാക്സ് യുവർ ബ്രെയിൻ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂളാവാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. നല്ലൊരു ശ്വാസം എടുക്കാം. ബ്രീത്ത് ഔട്ട്. വീണ്ടും ഇൻഹെയിൽ. കണ്ണുകളടച്ച് സാവധാനം ആസ്വദിച്ച് ശ്വാസം എടുക്കുക. റിലീസ്. വീണ്ടും ഒന്നുകൂടെ എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. മൂന്ന് പ്രാവശ്യം കൂളാവാൻ വേണ്ടി നമുക്കൊരു ശ്വാസം എടുത്തതാണ്. നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവട്ടെ. നമ്മൾ ഈ ശ്വാസം എടുക്കുമ്പം നമ്മൾ എത്ര സമയം കൊണ്ട് എടുത്തോ അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് വിടാൻ ശ്രമിക്കുക. അതായത് ഞാൻ കാണിച്ചു തരാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, റിലീസ്. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ സെഷനിൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ്. കാരണം ഞാൻ 6 വർഷമായിട്ട് യോഗ പഠിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് എൻ്റെ അടുക്ക വരുന്ന ഒരുവിധം എല്ലാവർക്കും മാറി അസുഖങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. വരുന്നവർക്ക് നമ്മൾ ലൂസനിങ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റം നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ കൈ പൊക്കാതെ ഷോൾഡർ പെയിന്, കഴുത്ത് നെക്ക് പെയിന് ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക. അതിനോടൊപ്പം ഞാൻ പറയുന്ന ഈ ചെറിയ വ്യായാമങ്ങളൂടെ ചെയ്യുക. അതായത് ആദ്യം നമ്മൾ കണ്ണിൻ്റെ പഠിച്ചു, എക്സസൈസുകൾ പഠിച്ചു. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഏതാണ്? കഴുത്തിൻ്റെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ണും കഴുത്തും കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറിലോട്ട് പോകാം. നമ്മുടെ ഷോൾഡർ മൂവ്മെൻറ്റാണ് ഇന്ന് പഠിക്കുന്നത്. ഷോൾഡർ റൊട്ടേഷന് ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ്, ഈ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യുന്നവർ 2 കൈയോടെ ഒരുപോലെ ഷോൾഡർ കറക്കാതെ ആദ്യം ഒരു കൈ പ്രാക്ടീസ് ചെയ്യുക, നെക്സ്റ്റ് കൈ പ്രാക്ടീസ് ചെയ്യുക. ഇത് നമുക്ക് കൈ ഒരുപാട് പേർക്ക് ഇന്ന് ലേഡീസിനും കൈകളിങ്ങനെ മേപ്പോട്ട് പൊക്കാൻ പറ്റുന്ന അവസ്ഥ, വലിയ വേദന എടുക്കുന്നുണ്ട്. കൈ തിരിക്കാൻ പറ്റാത്ത, കൈ പുറമോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നിന്ന് ഒരുപാട് മാറ്റം കിട്ടും. നിങ്ങളിത് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാം. ഡെയിലി ഞാനിവിടെ 5 ടൈംസേ കാണിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് 10 തവണ, ആദ്യം 10, പിന്നെ ഒരു 15 തവണ, ആദ്യം 5 തവണ, പിന്നെ 10, പിന്നെ 15, ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിലൂടെ മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അന്നേരം തന്നെ നമുക്ക് യോഗയുടെ ഒരു പ്രയോജനം നമുക്ക് കിട്ടിത്തുടങ്ങുന്നത് മനസ്സിലാക്കാനും യോഗ എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതാണ് യോഗ. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിന് മാറ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ റെഡി? എല്ലാവർക്കും ചെയ്യാം. ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ ചെയ്യാം. ആദ്യം നമ്മൾ നട്ടെല്ല് നിവർന്ന് വേണം ഇരിക്കാൻ. മുഖത്തൊരു പുഞ്ചിരി. ഞാൻ കാര്യം പറയുമ്പോൾ ചിരിച്ചുകൊണ്ടല്ലേ പറയുന്നത്. അതുപോലെ തന്നെ റിലാക്സ്ഡ് മൈൻഡിലായിട്ടിരിക്കുക. എല്ലാവർക്കും ചിരിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ ഈ കൈമുട്ട് രൂപത്തിലാക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കൈ പൊക്കുമ്പോൾ ഇവിടെ ഒരു കുഴി വരും. ആ കുഴിയിലോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആദ്യം വലത് കൈയാണ് ഞാൻ കറക്കുന്നത്. ദേ ഇങ്ങനെ കൊണ്ടുവന്ന് ക്ലോക്ക് വൈസ്. 1, ബ്രീത്ത് ഇൻ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. എൻ്റെ കൈ അവിടെ തന്നെ ഇരിക്കുന്നു, മാറിപ്പോയിട്ടില്ല. വീണ്ടും എൻ്റെ കൈ കളഞ്ഞേ കണ്ടോ? എൻ്റെ കൈ ഈ തലയുടെ ഹൈറ്റിൽ കളരാൻ ശ്രമിക്കുക. തിരിച്ചു കൊണ്ടുവരിക. 3, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. താഴോട്ട് കൈകൾ പോകുമ്പോൾ ശ്വാസം വിടുകയും മേപ്പോട്ട് പോകുമ്പോൾ ശ്വാസം എടുക്കുകയും ചെയ്യുക. ഇനി ഇതിനെ നേരെ എന്തോ എടുക്കണം? റിവേഴ്സ്. ക്ലോക്ക് വൈസ് ചെയ്ത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് അത്രയും കളത്തിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. 1, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. 2, 3, ഇങ്ങനെ 4, 5. നെക്സ്റ്റ് കൈയും ഇതുപോലെ തന്നെ റെഡി. മുട്ട രൂപത്തിലാക്കി ഇവിടെ പ്ലേസ് ചെയ്യാം. കൈ നിരങ്ങി ഇങ്ങനെ പോരും. സാരമില്ല, ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ലാസ്റ്റ് പെർഫെക്ഷനോട് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് എന്ത് പറ്റുന്നോ ആദ്യം കട്ടി പിടിച്ചും വേദന പിടിച്ചും ഒന്നും ചെയ്യണ്ട. ചിലപ്പം ഷോൾഡർ പെയിൻ ഉള്ളവർക്ക് പോലും ചെറിയ മൂവ്മെൻറ്റ് കൊടുത്ത് ചെയ്യുക ആദ്യം.
പിന്നെ നമ്മുടെ ശരീരം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ സ്ലോലി കറക്കി കൊണ്ടുവന്നിട്ട് അപ്പോൾ ആദ്യം ഇത്രയും ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ കളത്തി കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് കൊടുക്കണം, ഇങ്ങനെ സ്ലോലി കറക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് പറ്റുന്നോ അത് ചെയ്യുക. അപ്പോൾ ചെയ്യാം, കറക്റ്റ് പെർഫെക്ഷനോട് ചെയ്യുക എന്ന് പറഞ്ഞ് 1 ഇങ്ങനെയാണ്. ബ്രീത്ത് ഇൻ അപ്പ്, ബ്രീത്ത് ഔട്ട് ഡൗൺ, ഇൻഹെയിൽ അപ്പ്, എക്സെയിൽ ഡൗൺ 2, ഇൻഹെയിൽ അപ്പ്, എക്സെയിൽ ഡൗൺ 3, ഇൻഹെയിൽ അപ്പ്, എക്സെയിൽ ഡൗൺ 4, ഇൻഹെയിൽ അപ്പ്, എക്സെയിൽ ഡൗൺ 5. തിരിച്ച് കറക്കാം. 1 2 3 4 5. ഇനി 2 കൈയോട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൈ ഇവിടെ മുട്ടാൻ ശ്രമിക്കുക. അപ്പോൾ പലർക്കും ഇവിടെ മുട്ടത്തില്ല. അപ്പോൾ എന്ത് കൊടുക്കണം, മുട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആദ്യം ചെയ്യുക. അപ്പോൾ ആവിയിൽ ഇത് റെഡിയായി മുട്ടുന്ന ഒരു ഇത് വരും. ഇങ്ങനെ 1 2 സാവധാനം ബ്രീത്ത് ഇൻ അപ്പ്, ബ്രീത്ത് ഔട്ട് ഡൗൺ 2 3, inhale up, exhale down 4, inhale up, exhale down 5. തിരിച്ച് ചെയ്യാം. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിരിച്ച് കറക്കാം. 1 2, ഓരോ പ്രാവശ്യവും ഇവിടെ മുട്ടി തന്നെ തിരിച്ച് കറങ്ങുമ്പോഴും വരാൻ ശ്രമിക്കുക. 4 5. ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് ഈ ഷോൾഡർ മൂവ്മെൻറ്റ്. റിലാക്സ് ചെയ്തിരിക്കുക. ഒരു ശ്വാസം എടുത്ത് വിടണം 5 പ്രാവശ്യം നോർമൽ ബ്രീത്ത്. ഇങ്ങനെ നമുക്ക് ആദ്യം 5 പ്രാവശ്യം ചെയ്താൽ മതി. ഓരോ കയ്യാൽ 5 പ്രാവശ്യം വീതം, 2 കൈയോട് 5 പ്രാവശ്യം. വീണ്ടും അത് കൂട്ടിക്കൊണ്ടുവന്ന് 10 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയേ, ഷോൾഡർ പെയിൻ അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരുപാട് മാറ്റം. ഏത് പ്രായത്തിലുള്ളവർക്കും യോഗ ചെയ്യാം. നിങ്ങൾക്ക് തറയിലിരുന്ന് ചെയ്യാം, അല്ലെ കസേര ഇരുന്ന് ചെയ്യാം, എങ്ങനെയാണോ ചെയ്യാം. പക്ഷെ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ മാറ്റം അനുഭവിച്ചറിഞ്ഞിട്ട് എനിക്ക് കമൻ്റ് ഇടുക. എല്ലാവരും ഓരോ ലൂസനിങ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നു വരുന്നത്. ആദ്യം നമ്മൾ ചെയ്തത് കണ്ണ്, കഴുത്ത്, ഇപ്പോൾ ഷോൾഡർ മൂവ്മെൻറ്റ്. വീണ്ടും ഒരു ഷോൾഡർ മൂവ്മെൻറ്റ് കൂടെ കാണിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ഷോൾഡർ കൊണ്ട് ചെവിയിൽ മുട്ടിക്കാമെന്ന് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴെ കൊണ്ടുപോക്കുക. 1 2 3 4 5. ഇതിനി ഒന്ന് സ്പീഡ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം ഫോഴ്സ്ഫുള്ളായിട്ട് മൂക്ക് കൂടെ എക്സലേഷൻ നടത്തുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. റിലാക്സ്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവരും ചെയ്യുക. എല്ലാവർക്കും ആരോഗ്യം നല്ലതായിട്ട്. നമുക്ക് ഒന്നാമത് വേണ്ടുന്നത് എന്താണ്? ആരോഗ്യമാണ് വേണ്ടുന്നത്. ആരോഗ്യമില്ലേ നമ്മളൊന്നുമല്ല. കാരണം നമുക്ക് കുറച്ച് സമ്പത്തുണ്ടായിട്ട് നമുക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റത്തില്ല. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ സമ്പത്ത് കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് വേണ്ടി 1 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഡെയിലി ഞാൻ ചെയ്തു തരുന്ന എല്ലാ എക്സസൈസും വീഡിയോ കണ്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് ഇതിൽ നോക്കി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.